ഒരാഴ്ചയായി കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് കൊച്ചി നഗരവാസികൾ. പാലാരിവട്ടം, കലൂർ, തമ്മനം, പൂണിത്തുറ, വൈറ്റില എന്നീ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. YS അഭിനന്ദ് ആസാദ് റോഡ് കൊച്ചിയിലെ ആസാദ് റോഡിൽ നിന്നും തത്സമയം ചേരുന്നു. അവിടെയും കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണോ അഭിനന്ദ്? വിവരങ്ങൾ. SKN കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കൊച്ചി നഗരത്തിലെ പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ വലിയ രീതിയിൽ തന്നെ കുടിവെള്ള പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ആലുവ ജലശുദ്ധീകരണ പ്ലാന്റിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുണ്ടായ പ്രശ്നമാണ്. പിന്നീട് തമ്മനം, കളമശ്ശേരി ഭാഗത്തെ പൈപ്പ് ലൈൻ പൊട്ടിയത് കൂടി ആയപ്പോൾ ഇവരുടെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ചക്കാലമായി ഇവർക്ക് കുടിവെള്ളമില്ല. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പോലും കഴിയാത്ത രീതിയാണെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കലൂർ ആസാദ് റോഡിലെ ആശ്രാമം ലൈനിലാണ്. ഒരാഴ്ച ഇത്തരത്തിലേക്ക് കുടിവെള്ള പ്രതിസന്ധി അനുഭവിക്കുന്നു. സാഹിത്യകാരൻ ശ്രീ രാധാകൃഷ്ണന്റെ വീട് ഉൾപ്പെടെ നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത്. അതെ, 12 ദിവസമായി വെള്ളം വന്നിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ല. കുറച്ചൊക്കെ നമ്മൾ ടാങ്കറിൽ അടിക്കും. എത്ര നാൾ നമുക്ക് അങ്ങനെ അടിച്ചത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതോ റേറ്റ് കൂടിയാണ് വരുന്നത്. ടാങ്കറിൽ പറയുന്നത് വിളിച്ചാലും കിട്ടുന്നുമില്ല. ഇപ്പം അതുപോലെ ഒരു കാര്യത്തിനും നമുക്ക് വെള്ളം കിട്ടുന്നില്ല. ചേട്ടാ, വർഷാവർഷമുള്ള അറ്റകുറ്റപ്പണിയാണ്. വെള്ളം മുടങ്ങില്ല എന്നാണ് വാഗ്ദാനം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഇത് നിങ്ങൾ ഇപ്പോഴേ ഈ ഒരു സമയത്താണല്ലോ കേൾക്കുന്നത്. ഞങ്ങൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എന്ത് അറ്റകുറ്റപ്പണികൾ വന്നാലും ഈ ഒരു ഏരിയയിൽ, ആശ്രമം ലൈൻ ഏരിയയിൽ എപ്പോഴും വെള്ളം വരാൻ ഒരു 5-8 പമ്പിങ് എടുക്കും. ഇത് ഈ പറഞ്ഞ 2 ദിവസം ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത് അതിനെല്ലാവരും മുൻകരുതൽ അതിൻ്റെതേ കരുതി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ സോറിയിട്ട് പറയുന്നത്, നിങ്ങൾ 7 ദിവസം എന്നല്ലേ പറഞ്ഞു. 7 ദിവസമല്ല, നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഞാൻ അസോസിയേഷൻ സെക്രട്ടറി ഒരു മെസ്സേജ് കണ്ട, വി ആർ നോട്ട് ഗെറ്റിംഗ് ദ എനി വാട്ടർ സപ്ലൈ ഫോർ ദ ലാസ്റ്റ് 15 days. ഓരോരുത്തരും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. അത് 15 ദിവസം വെള്ളം കിട്ടിയില്ലെന്നാണ്. അതായത് തൊട്ടിവിടെ താമസിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാവരും സഫർ ചെയ്ത. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു നാണക്കേടിന്റെ മുമ്പിൽ നിൽക്കണം. ഒരു മെട്രോ സിറ്റിയിൽ ഇത്രയും 44 വലിയ നദിയുള്ള കേരളത്തിന്റെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾ ഈ ലൈവായിട്ട് കാണുന്നതും എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇതൊരു മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണിത്. അതാണ്, മെട്രോ സിറ്റിയാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഈ കുടിവെള്ള പ്രതിസന്ധി നേരത്തെ ഒരു പ്രശ്നമായിട്ടും അതിനകത്ത് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. ഇപ്പൊ നഗരസഭാ കൗൺസിലർ തന്നെ ചേരുന്നുണ്ട്. ആളുകൾ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. പ്രതിഷേധം തന്നെയാണ്. കാരണം 2 ഡിവിഷനാണ് ഇവിടെ നിൽക്കുന്നത്, 64, 65. ഈ 2 ഡിവിഷനെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ വെള്ളമില്ലായ്മ. ഇപ്പൊ ഞങ്ങൾക്ക് ഈ കംപ്ലൈന്റ് വന്നതിന് ശേഷമാണെങ്കിൽ 1 ഇറ്റ് വെള്ളം വരെ പൈപ്പിൽ വന്നിട്ടില്ല. ഞങ്ങൾക്ക് മുൻപൊക്കെ കോർപ്പറേഷനിൽ നിന്ന് ഓരോ ടാങ്കർ തരും. അത് നമ്മൾ പല വീടുകളിലേക്ക് കുറേശ്ശെ അടിച്ചു കൊടുക്കും. ഇപ്പൊ അതുമില്ല. ടാങ്കറിൽ വിളിച്ച് അത് കിട്ടണില്ല. ഇപ്പൊ പ്രൈവറ്റ് ഓരോരുത്തരും 2000, 5000 അടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അവരും അതൊരു ബിസിനസ്സാക്കി മാറ്റിയേക്കണേന്. 800 അതിന്റെ ചാർജ്. 900, 1000 ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഉച്ചക്ക് ബുക്ക് ചെയ്താൽ കിട്ടണത് രാത്രിയാണ്. അങ്ങനെ മൊത്തം വലയുകയാണ് ജനങ്ങൾ. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. കലൂർ ആസാദ് റോഡിൽ മാത്രമല്ല, പൂണിത്തുറ, വൈറ്റില തുടങ്ങിയ പ്രദേശങ്ങളിലും ഇത്തരത്തിലേക്ക് കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നുണ്ട്. ഇവർ വലിയ വില കൊടുത്ത് ഇപ്പോൾ കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയാണ്. ഇത്തരത്തിൽ നേരത്തെ ഈ വാർഷിക അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ടാകില്ല എന്ന് നഗരസഭയുടെയും ജലവിഭവ വകുപ്പിന്റെയും വാഗ്ദാനം ലംഘിച്ചെന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും ഇവർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് കടവന്ത്ര വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ, റെസിഡൻസ് അസോസിയേഷൻ ഒരു പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. കുടിവെള്ള പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നാണ് നഗരസഭ അടക്കമുള്ള അധികാരികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.